ക്രൈസ്റ്റ് പാർട്ട് 3. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള ചില ലെസൺസ് ആണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, ഇത് കുറച്ച് ക്ലാസ്സുകളുണ്ട്, അത് തുടർമാനമായിട്ട് മുമ്പോട്ട് പോകും. ഒരു 4-5 ക്ലാസ്സുകളോളം ഉണ്ട് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ഈ വിഷയം എടുക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഈ ഒരു പഠനം സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ഈസ് പ്യുവർലി ഫ്യൂച്ചറിസ്റ്റിക്, ഭാവി കാലത്തെ കുറിച്ചുള്ളതാണ്. അപ്പോൾ നമ്മുടെ സോൾ റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് ബൈബിളാണ്. മറ്റനേക ആളുകൾ പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അതൊക്കെ അവരുടെ വ്യൂ പോയിന്റ്സ് ആണ്. ഓക്കെ, അത് ശരിയാകാം തെറ്റാകാം, പക്ഷെ നമ്മുടെ സോൾ അതോറിറ്റി എന്ന് പറയുന്നത് ബൈബിളാണ്. അപ്പോൾ ബൈബിളിൽ നിന്നുള്ള വാക്യങ്ങളാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനായിട്ടുള്ളത്, ഞാൻ ഇന്ന് രാവിലെയും ആക്ച്വലി ഇതിന്റെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വെളുപ്പിന്, ഇന്ന് കുറച്ച് സാധാരണഗതിയിൽ തലേദിവസം ഞാൻ റെഡിയാക്കുന്നത്, അപ്പൊ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഈ സ്ലൈഡ് ഒന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിലോട്ട് വന്നൊരു ചിന്ത, നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ഒത്തിരി വാക്യങ്ങളുണ്ട് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ച്. അപ്പൊ എത്ര ആളുകൾ, എന്റെ മനസ്സിലോട്ട് വന്നൊരു ചിന്തയാണ്, 100% ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കും, ലിറ്ററൽ ആയിട്ട്, അപ് ടു ദ മാർക്ക്, അല്ലെങ്കിൽ ഒരു കണിക പോലും വ്യത്യാസമില്ലാതെ ഇതിങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഇറ്റ് ഇസ് നോട്ട് എ പേഴ്സണൽ ക്വസ്റ്റ്യൻ ടു യു, പക്ഷെ അത് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇത് പറഞ്ഞിരിക്കുന്ന അതേപടി അത് അങ്ങനെ തന്നെ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് ചലഞ്ചിങ് ആക്ച്വലി, റൈറ്റ്? യെസ്, നമ്മൾ വിശ്വസിച്ചേ മതിയോ, കാരണം ദിസ് ഈസ് ഗോഡ്സ് വേർഡ്, ഇതിന്റെ ഒരു കണിക പോലും തെറ്റില്ല. അത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലായതാണ്. നമ്മൾ എന്താ പറയാ, പ്രവചനങ്ങൾ, പഴയ നിയമത്തിൽ ഒത്തിരി പ്രവചനങ്ങൾ പുതിയ നിയമത്തിൽ അതേപടി നിവർത്തിയായ നമ്മൾ കണ്ടു. സോ ഓൾസോ ഈവൻ ഇൻ ദ ഫ്യൂച്ചർ, the prophecy that are to be fulfilled in the future, definitely it will be fulfilled based on the fulfilled prophecies. Okay, alright, appo adu 100% വിശ്വസിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവണം. So let's go to this topic. ഒരു ചാർട്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് പരിചയപ്പെടുത്തുക. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. If you look at the beginning, church age. Can anybody tell me church age began with what? What is the important incident took place? Church age എന്ന് പറയുന്നത് Pentecost day. On the Pentecost, okay, the Pentecost day. Very good, super. അപ്പൊ church age അവിടെ സ്റ്റാർട്ട് ചെയ്തു. Now tell me where it is going to be end. Church age എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നത് എന്ത് ഇവന്റ് ആണ്? റാപ്ചർ, ഓക്കെ, എന്ന് പറഞ്ഞാൽ സഭയുടെ ഉൽപ്രാവണം. അപ്പൊ അതിന് മധ്യത്തിലുള്ള കാലഘട്ടമാണ് സഭയുടെ സഭായുഗം എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ മുകളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. എന്താണെന്നൊന്ന് പറയാമോ? 1, 2, 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. എന്തൊക്കെയാണ് ഓർക്കുന്നത്? പറഞ്ഞാൽ മതി. മധ്യാകാശത്ത് എന്തൊക്കെയാ നടക്കുന്നത്? ഓർഡർ ഒന്നും നിങ്ങൾ പറയണമെന്നില്ല. എന്തൊക്കെയാണ് അവിടെ മുകളിൽ നടക്കുന്നത്? നമ്മൾ മുകളിൽ കർത്താവിനെ എതിരേറ്റു. Then what? White throne judgment. No, not white throne. വേറൊരു ത്രോണാ, സീറ്റ് ആണ്. എന്താണ് വൈറ്റ് ത്രോൺ? അന്നേരം അല്ല. We are going to learn it. ഞാൻ പറഞ്ഞു, ആൽവിസ് ആക്ച്വലി തെറ്റാണെങ്കിലും അങ്കിള് സമയം പോന്നല്ലോ എന്നുള്ള ഇതിൽ പറഞ്ഞു. വെരി ഗുഡ്, ഐ അപ്രീഷിയേറ്റ്. വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്, ട്രൈ ടു ആൻസർ. ഓക്കെ, യാ. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പഠിച്ചത്? ചിത്രമൊക്കെ ഞാൻ കാണിച്ച് നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഓർക്കുന്നില്ലേ? Rewarding seat. Yes, reward. What seat is that? അതിന് എന്താ പറയുന്നത്? ഗ്രീക്ക് വാക്ക് Bema judgment. Okay, can somebody tell me what is Bema judgment? Bema judgment എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിന്റെ ബാക്കി പറഞ്ഞേ. Or give me an English phrase. ക്രിസ്തുവിന്റെ dash of Christ. Simple. Come on.
ക്രിസ്തുവിന്റെ പേര് വിളിക്കേണ്ടി വരുമോ? Judgment seat. Yeah, that's it. Judgment seat of Christ. That is Bema seat. നിങ്ങൾ ഓർക്കുന്നില്ലേ, ഞാൻ പറഞ്ഞായിരുന്നു വിക്ടറി സ്റ്റാൻഡും. അപ്പൊ അവിടെ വെച്ച് നിങ്ങൾ തന്നെ കഴിഞ്ഞ വട്ടം ഉത്തരം പറഞ്ഞതാണ്. അവിടെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? റിവാർഡ് കൊടുക്കുന്നതാണ്, അല്ലെ റിവാർഡ് കൊടുക്കാണ്ടിരിക്കുന്നതാണ്. സോ റൈറ്റ്ലി ജഡ്ജിങ്. അപ്പൊ ബീമാ സീറ്റ് ഓഫ് ജഡ്ജ്മെന്റ് ഉണ്ട്. അത് കഴിഞ്ഞ ഒരു ഇവന്റ് എന്തായിരുന്നു? ബീമാ സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. പിന്നൊരു ഇവന്റ് എന്താ? അറിയാമോ? ലാമ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. Marriage of the Lamb. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ദ പബ്ലിക് അക്സെപ്റ്റൻസ് ഓഫ് ചർച്ച്. ഇപ്പൊ ക്രിസ്തു സഭയെ പരസ്യമായി സ്വീകരിക്കുന്ന അതൊരു എന്താണ് പറയാ, അതൊരു എക്സാമ്പിൾ ആണ്, ഇല്ലുസ്ട്രേഷൻ വേയിൽ അവതരിപ്പിച്ചിരിക്കുന്ന. പിന്നെ ലാമ്പിന്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ കണ്ടു. ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു വീടിന് വേണ്ടി, ഒരു രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി വന്ന കുഞ്ഞാട്. സോറി. അപ്പൊ കർത്താവായ യേശുക്രിസ്തു കുഞ്ഞാടായിരിക്കുമ്പോൾ കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയുന്നത് മണവാട്ടിയായിരിക്കുന്ന സഭ. അപ്പോൾ ഇതെല്ലാം അനാലജിയാണ്. ഓൾറൈറ്റ്. അപ്പോ കർത്താവ് സഭയെ സ്വീകരിക്കുന്നു എന്നതിന്റെ ഒരു അനാലജിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓൾറൈറ്റ്. അപ്പൊ അറ്റ് ദ സെയിം ടൈം താഴെ സംഭവിക്കുന്നതാണ് ട്രിബുലേഷൻ പീരീഡ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. That is divided into 3.5 years and 3.5 years, altogether 7 years. And this is also literal. അത് നമ്മൾ ദിവസക്കണക്കും മാസക്കണക്കും ഒക്കെ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. So it is completely literal. Okay. അങ്ങനെ ട്രിബുലേഷൻ പീരീഡിന്റെ അവസാനം, see, look at that chart. The end of the tribulation, who appears? Tell me, who appears? Antichrist. End of the tribulation, who appears? End of the tribulation, who appears? Christ. Christ appears. The Antichrist begins the tribulation. So, church age in the end തന്നെ Antichrist appear ചെയ്യുക. കാരണം അദ്ദേഹമാണല്ലോ ഈ ട്രിബുലേഷന്റെ വക്താവ്. ആളാണ് ട്രിബുലേഷൻ. ഒരു പീസ് ട്രീറ്റി ഒക്കെ സ്ഥാപിക്കും. 3.5 വർഷം സമാധാനമാകും. അത് കഴിഞ്ഞ് 3.5 വർഷം റിയൽ കളർ ആള് വ്യക്തമാക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. സോ Antichrist is already there at the beginning of tribulation, even before, but he will be just presenting at tribulation. Okay, he will be a mature person, maybe like he will be able to control the world. ഒരു പൊളിറ്റിക്കൽ ലീഡർ ആകാം, മേ ബി എ റിലീജിയസ് ലീഡർ ആകാം. ഓക്കെ, ആ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. സോ ഒരു മച്യൂർ പേഴ്സൺ. അപ്പോൾ ഒറ്റയടിക്ക് ട്രിബുലേഷന്റെ തുടക്കത്തിൽ ജനിച്ചു വളർത്തപ്പെടുന്ന ഒരാളല്ല. മേ ബി ദ ചർച്ച് ഏജിൽ തന്നെ ആളുണ്ട്, പക്ഷെ the identity is not revealed. When the identity is revealed? When? ഞാൻ പറഞ്ഞു, പക്ഷെ നിങ്ങളൊന്ന് ഉറപ്പിക്കണം അത്. എപ്പോഴാണ് അന്തിക്രിസ്തു ആക്ച്വലി ടേക്കിംഗ് ദ കൺട്രോൾ? എപ്പോഴാ? At the end of the first 3.5 years. അത് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഫസ്റ്റ് 3.5 yearsല് എതിർ ക്രിസ്തു എന്നുള്ളത് അവൻ വ്യക്തമാക്കുകയും അവൻ ആരാധന ആവശ്യപ്പെടുകയും വളരെയേറെ പ്രതികൂലങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യും. ബട്ട് ഹി ഈസ് ഓൾറെഡി റിവീൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ട്രിബുലേഷൻ, വിച്ച് മീൻസ് ബട്ട് പീപ്പിൾ ഡോണ്ട് റെക്കഗ്നൈസ് ഹിം ആസ് ആന്റിക്രൈസ്റ്റ്. പീപ്പിൾ റെക്കഗ്നൈസ് ഹിം മേ ബി ആസ് ക്രൈസ്റ്റ്, സംടൈംസ് മേ ബി ലൈക്ക് എ പേഴ്സൺ ഹു ബ്രിങ്സ് പീസ്. അപ്പൊ ഭയങ്കര ടാക്ടിക് ആയിരിക്കും. So if you say that, okay, at the middle of the tribulation he completely revealed, yes, you are right. പക്ഷെ ട്രിബുലേഷൻ പീരീഡ് തന്നെ എതിർ ക്രിസ്തു വെരി എവിഡന്റ്. പിന്നുള്ള 7 വർഷം ഈ ഭൂമിയിൽ അരാജകത്വമാണ്. it is like so much of difficult time, especially for the Jewish people. Okay, ഹിസ്റ്ററിയിൽ അങ്ങനെ ഒത്തിരി കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക്. പക്ഷെ this is actually a great tribulation period. Now at the end of tribulation, who appears? Again repeat, who appears? Christ appears. അപ്പൊ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആ ടൈറ്റിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. What is it?
ഗ്ലോറിയസ് അപ്പിയറൻസ്. ഗ്ലോറിയസ് അപ്പിയറൻസ്, മഹത്വത്തോടു കൂടിയുള്ള വരവ്. 2-3 ക്ലാസ്സുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഒരു മൗണ്ടൻ വ്യൂ ഒക്കെ കാണിച്ചിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ജീസസ് കമ്മിങ്, മെസ്സയാസ് അഡ്വന്റ്. അത് സെക്കൻഡ് കമ്മിങ് എന്ന് പറയുമ്പോൾ അത് 2 ഫേസസ് ഉണ്ട്, നമ്മൾ പഠിച്ചു. ഒന്ന് റാപ്ചർ, ഹി ഈസ് നോട്ട് കമ്മിങ് ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത് ബട്ട് വി ആർ റാപ്ചർഡ്, റാപ്ചർ, അത് മധ്യാകാശത്തിൽ കർത്താവ് വരുന്നതാണ്. Then he comes along with the church to the world, to the earth. അതെപ്പോഴാ? the end of the tribulation. അപ്പൊ ഈ ചാർട്ട് ഒന്ന് മനസ്സിൽ വെച്ചോണം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സീക്വൻസ് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നതിനെക്കാട്ടിൽ ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത കിട്ടും. ഓൾറൈറ്റ്, see, look at that. ക്രൂസിഫിക്ഷൻ, അത് കഴിഞ്ഞ് കർത്താവ് സ്വർഗത്തിലേക്ക് കയറി പോയി, പരിശുദ്ധാത്മാവ് വന്നു, ചർച്ച് ഏജ് സ്റ്റാർട്ട് ചെയ്തു. ചർച്ച് ഏജ് എൻഡ് ചെയ്യും എപ്പോഴും? ഇപ്പൊ നമ്മൾ ചർച്ച് ഏജിലാണ്. എൻഡ് ചെയ്യുന്നത് സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. അപ്പോൾ എതിർ ക്രിസ്തുവിന്റെ വരവാകും. അത് കഴിഞ്ഞ് 7 വർഷം എന്താണ്, പീഡനകാലമാണ്. 7 വർഷത്തിന്റെ എൻഡിൽ വീണ്ടും ക്രിസ്തു പ്രത്യക്ഷനാകും. അപ്പോഴാണ് ഒലിവ് മലയിൽ കർത്താവിന്റെ കാല് സ്പർശിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇനി മുമ്പോട്ട് ഈ കാര്യങ്ങളെ കോർത്തിണക്കിയാണ് ചിന്തിക്കാൻ പോകുന്നത്. സോ വാട്ട് ഹാപ്പൻസ് അബൌവ് ഇൻ ദ മിഡ് എയർ? വെൽ, there is giving away the rewards, bema seat of Christ. Okay, white throne judgment ഒന്നും ഇവിടെ അല്ല കേട്ടോ. ഇന്ന് നമ്മൾ വേറൊരു ജഡ്ജ്മെന്റും കൂടെ പഠിക്കാൻ പോകുന്നുണ്ട്. സോ അത് വളരെ കെയർഫുൾ ആയിട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ഈസ് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്. ലുക്ക് അറ്റ് ഈ മാപ്പിൽ കണ്ടോ, മൗസ് പോയിന്റ് മൂവ് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ജഡ്ജ്മെന്റ് ഓഫ് ദ വിക്കഡ് കണ്ടോ മേളിൽ? that is what actually the white throne judgment. Okay, ഇവിടെ ഉള്ള ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ബീമാ സീറ്റ്, അതാണ് നമുക്ക് വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ജഡ്ജ്മെന്റ്. ഇനി മറ്റൊരു ജഡ്ജ്മെന്റ് ഉണ്ട്, അതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് റാപ്ചർ ആൻഡ് ഗ്ലോറിയസ് അപ്പിയറൻസ്. സെക്കറിയാവിന്റെ പുസ്തകം 14:4 ഹിസ് ഫീറ്റ് ഷാൽ സ്റ്റാൻഡ് ഇൻ ദാറ്റ് ഡേ അപ്പോൺ ദി മൗണ്ട് ഒലിവ്. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. സോ ദിസ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ദിസ് ഈസ് അബൌട്ട് ദ ഗ്ലോറിയസ് അപ്പിയറൻസ്, നോട്ട് അബൌട്ട് റാപ്ചർ. ഇനി റാപ്ചറിനെ കുറിച്ച് ബൈബിളിൽ പഴയ നിയമത്തിൽ ഒരു തെളിവുകളും ഇല്ല, കാരണം സഭയെ കുറിച്ച് പഴയ നിയമത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ വരവിനെ കുറിക്കുന്ന കാര്യങ്ങൾ ഒന്നുകിൽ ഇറ്റ് ക്യാൻ ബി ദ ഫസ്റ്റ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, വിച്ച് ഈസ് ദാറ്റ് ഫസ്റ്റ് കമ്മിങ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് കമ്മിങ്ങാ? No. In the Old Testament, coming of Christ എന്ന് പറയുന്നത് നമ്മൾ പറയാണ് ഫസ്റ്റ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. അത് ഏത് കമ്മിങ് ആണ്? ഭൂമിയിലേക്ക് വരുന്നത്. അതിനൊരു വാക്ക് പറയാമോ? തിയോളജിക്കൽ വേർഡ്. ടേക്കിംഗ് ദ ഫോം, കമ്മിങ് ഇൻ ഫ്ലഷ്. അതിനൊരു തിയോളജിക്കൽ ടേം ഉണ്ടല്ലോ, പറയാമോ? In, come on, in, nobody, in ഭൗമിക ശരീരം എടുത്ത്. അത് ഞാൻ ചോദിച്ചത്. യു ആർ റൈറ്റ്. അതിന്റെ തിയോളജിക്കൽ വേർഡ് എന്താ? 10ാം ക്ലാസ് അല്ലേ നമ്മൾ പഠിക്കണേ? 10ാം ക്ലാസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സൺഡേ സ്കൂൾ. സോ തിയോളജിക്കൽ വാക്ക് എന്താണ്? ഇൻ. ഞാൻ ഇങ്ങനെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. Come on, make it try. No? Okay. Incarnation. You know what is incarnation, right? What is incarnation? പറഞ്ഞോ. ഞാൻ മാത്രം പറഞ്ഞു പോകുന്നോണ്ടാ നിങ്ങൾ മനസ്സിലിരിക്കാത്തത് ഈ കാര്യങ്ങൾ. What is incarnation? പറ, ആരെങ്കിലും പറ. വാട്ട് ഈസ് ഇൻകാർനേഷൻ? പേര് വിളിക്കണോ? ഹന്ന, വാട്ട് ഈസ് ഇൻകാർനേഷൻ? ജീസസിന്റെ ബർത്ത് മുതൽ ഡെത്ത് വരെയുള്ള ഒരു സിമ്പിൾ ആസ് ദാറ്റ്. അപ്പൊ ഞാൻ ഇനി മുതൽ ഞാനൊരു തീരുമാനം എടുത്തു, നിങ്ങളുടെ പേര് വിളിച്ച് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ. നിങ്ങൾക്ക് ഉത്തരം അറിയാം, ബട്ട് നിങ്ങൾക്ക് എന്താണ്? അവൻ പറയട്ടെ, അല്ലെ അവള് പറയട്ടെ, ഞാൻ ഇനിയും പറഞ്ഞ് എന്തിനെ തെറ്റിക്കണേ?
Don't worry, okay? You're right. Incarnation എന്ന് പറഞ്ഞാൽ ജീസസ് taking the form of, human body എടുത്ത് വന്നു. അതിനെയാണ് ഫസ്റ്റ് കമ്മിങ്. സെക്കൻഡ് കമ്മിങ് നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു വന്നു, ഇനി രണ്ടാമത് വരുന്നത്. പക്ഷെ ഈ ഒന്നാമത്തെ വരവ്, രണ്ടാമത്തെ വരവിന്റെ രണ്ടാമത്തെ വരവിന് 2 ഫേസസ് ഉണ്ട്. അപ്പൊ നമ്മൾ 3 വരവെന്നല്ല നമ്മൾ പഠിക്കുന്നത്, ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് സെക്കൻഡ് കമ്മിങ്ങിന് 2 ഫേസസ് ഉണ്ടെന്നാണ് നമ്മൾ പഠിക്കുന്നത്, 2 തലങ്ങളുണ്ട് സെക്കൻഡ് കമ്മിങ്, വിത്തിൻ ദ ഗ്യാപ്പ് ഓഫ് 7 years. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ പഴയ നിയമത്തിലെ എല്ലാ വാക്യങ്ങളും ഒന്നുകിൽ ഈ ഫസ്റ്റ് കമ്മിങ്ങിനോടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഫേസ് ഓഫ് ദ സെക്കൻഡ് കമ്മിങ്ങോ ആണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ റാപ്ചറിനെ കുറിച്ചുള്ള ഒരു വാക്യങ്ങളും പഴയ നിയമത്തിൽ പ്രതീക്ഷിക്കരുത്. വൈ? ദ സിംപ്ലസ്റ്റ് റീസൺ ഈസ് there is nothing said about church in the Old Testament. അപ്പൊ ചർച്ചിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറയാത്ത കാലത്തോളം റാപ്ചർ, how will they speak? They can't mention anything at all, right? So look at this chart again. Okay, present day, church age, rapture, 3.5 years, 3.5 years, then the second coming, the glorious appearance of Christ. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഒരു ഡൗട്ട് ഉണ്ടാകാം, അപ്പൊ അങ്ങളെ നമ്മൾ കാത്തിരിക്കുന്ന സെക്കൻഡ് കമ്മിങ് ഏതാ? ഓക്കെ, ഗീവ് മീ ആൻ ആൻസർ. നമ്മൾ കാത്തിരിക്കുന്ന സെക്കൻഡ് കമ്മിങ് ഏതാ? നമ്മളിപ്പോ പറയാണ് കർത്താവ് രണ്ടാമത് വരും എന്ന് പറയുമ്പോൾ സഭ ആയിട്ടുള്ള നമ്മൾ കാത്തിരിക്കുന്ന സെക്കൻഡ് കമ്മിങ് ഏതാ? സ്പെസിഫിക്കലി സ്പീക്കിംഗ്, മധ്യാകാശത്ത് വരുമ്പോ. യെസ്, ദാറ്റ് ഈസ് വാട്ട്, മധ്യാകാശ വരവ്. പക്ഷെ നമ്മൾ അപ്പോൾ തന്നെ കർത്താവിന്റെ വരവിന്റെ പാർട്ടായി മാറി. വി ആർ ഓൾറെഡി ഇൻ ദ പാർട്ട് ഓഫ് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ഇനി നമ്മളോടൊപ്പമാണ് കർത്താവ് ഗ്ലോറിയസ് അപ്പിയറൻസ് വരുന്നത്. along with the church he is coming to the earth. കാരണം നമ്മൾ മിഡ് എയറില. അത് കഴിഞ്ഞ് കർത്താവും സഭയോടും കൂടിയാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. for us it is glorified body. alright. അപ്പോ രണ്ടാം വരവ് എന്ന് പറയുമ്പോൾ ഈ 2 ഫേസസ് അത് നമ്മുടെ തലയിലോട്ടൊക്കെ രജിസ്റ്റർ ചെയ്യണം. റാപ്ചർ ആൻഡ് ദ ഗ്ലോറിയസ് അപ്പിയറൻസ്. അതിന്റെ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. റാപ്ചർ ഈസ് ഫോർ ദ ചർച്ച്, ഗ്ലോറിയസ് അപ്പിയറൻസ് ഈസ് ഫോർ ദ എൻറ്റയർ വേൾഡ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഗ്ലോറിയസ് അപ്പിയറൻസിനെ കുറിച്ചുള്ള ഒരു വാക്യമാണ് 2 തെസ്സലോനിയർ 1:6-7. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. വെൽ, യു ക്യാൻ ലുക്ക് അറ്റ് ദി ഇംഗ്ലീഷ് ഓൾസോ. ഓക്കെ, ഐ എം റീഡിംഗ് ഓൺലി മലയാളം. അതിനുശേഷം അവസാനത്തെ ഫ്രേസ് കണ്ടോ, ഈ വരവിൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ദൈവത്തെ അറിയാത്തവർക്കും യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ. ഇനി ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് റാപ്ചർ. ജീസസ് is not going to judge at that time. അന്തിക്രിസ്തുവിന്റെ സമയമാകുമ്പോൾ, എതിർക്രിസ്തുവിന്റെ സമയമാകുമ്പോൾ. ഇവിടെ കർത്താവ് രണ്ടാമത്, ഇറ്റ് ഈസ് എ ഗ്ലോറിയസ് അപ്പിയറൻസ്. Then only he is going to judge the world. Well, how is he going to accomplish it? That is what we are going to look into. Okay, so glorious appearance. 2 തെസ്സലോനിക്ക ലേഖനത്തിലെ റാപ്ചറിൻ്റെതായിട്ടുള്ള വാക്യവും നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റൈറ്റ്? സോ ഫസ്റ്റ് തെസ്സലോനിയൻ ചാപ്റ്റർ 4:13 onwards, കർത്താവ് താൻ 16-ലൊക്കെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. This is about rapture. First Thessalonians chapter 4:13-18. This is about rapture. But Second Thessalonians 1:6-7 is about glorious appearance. Okay? അപ്പൊ 2 ഫേസസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Now, ഇനി നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്, ഇനി നമ്മുടെ പഠനത്തിന് സഹായകമായ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് റെഫർ ചെയ്തിട്ടുള്ളതാണ്. അബ്രഹാമിക് കവനന്റ്. അബ്രഹാമിക് കവനന്റിന് 3 ഫീച്ചേഴ്സ് ഉണ്ട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്കൊരു സന്തതിയെ തരും, ഒരു ദേശം തരും, നിന്നെ ഒരു അനുഗ്രഹമാക്കും. ഓക്കെ, ആ 3 ഫീച്ചേഴ്സും പിന്നീട് എന്ത് ചെയ്തു? അനദർ കവനന്റ്, മറ്റൊരു കവനന്റിലൂടെ റീഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ അത് എന്താ പറയാ, അഫേം ചെയ്തു. ലാൻഡ്, ഞാൻ നിനക്കൊരു ദേശം തരും എന്ന് പിന്നീട് മോശയിലൂടെ
പാലസ്റ്റീനിയൻ കവനന്റ്. നിങ്ങൾ ഇത് കേട്ടിട്ട് അയ്യോ ഇത് ഒത്തിരി ആണല്ലോ, ബുദ്ധിമുട്ടാണല്ലോ, ഡോണ്ട് വറി. ഈ മിനിമം ഈ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് ഈ കവനന്റ്? അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. എന്താ? ഞാൻ നിനക്കൊരു ദേശം തരും, സന്തതിയെ തരും, ഞാൻ നിന്നെ അനുഗ്രഹമാക്കും. ഈ 3 കൂട്ടം കാര്യങ്ങൾ പിന്നീട് ചരിത്രത്തിൽ അല്ലെങ്കിൽ അബ്രഹാമിനെ വെച്ച് നോക്കുമ്പോൾ പിന്നീട് ഭാവിയിൽ എന്തുണ്ടായി? ദൈവം ഓരോരോ വ്യക്തികളോട് വീണ്ടും ഇടപെട്ടിട്ട് അതിന്റെ ഓരോ ഫീച്ചർ ഓരോരോ കവനന്റ് ആയിട്ട് റീഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിലൊന്നാണ് പാലസ്റ്റീനിയൻ കവനന്റ്. അത് മോശയോടല്ല ചെയ്യുന്നത്, പക്ഷെ മോശയോട് അറിയിച്ചു. എന്താണ്? യെസ്, ഐ വിൽ ഗീവ് യു എ ലാൻഡ്. ഓക്കെ, അവിടെ നിങ്ങൾ സേഫ് ആയിരിക്കും, നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് കിട്ടും. പക്ഷെ എന്നേക്കുമായിട്ട് കിട്ടിയോ? ഇല്ല. ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ യുദ്ധം നടക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഇസ്രയേലാണ്, റൈറ്റ്? ബിക്കോസ് ദേ ആർ നോട്ട് പീസ്ഫുൾ ദെയർ. അപ്പോൾ എപ്പോഴാണ് ഈ ലാൻഡ് അവർക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്നത്? വെൽ, ദാറ്റ് ഈസ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ഇൻ ദ ഗ്ലോറിയസ് അപ്പിയറൻസ്. ദാറ്റ് ഈസ് എ 1000-year reign. ഇനി സീഡ് എന്താണ്? അത് നമ്മൾ കഴിഞ്ഞ വട്ടവും ഒക്കെ നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞതാണ്. ഇസ്ഹാക്ക് ആയിരുന്നു സീഡ്, ബട്ട് ജീസസ് ഈസ് ദി അൾട്ടിമേറ്റ് സീഡ്. അത് പിന്നെ റീഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എവിടെയാ? ദാവീദിനോടാണ്. നിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട്. ശലോമോന്റെ കാലത്തിന് ശേഷം ഇത് 2ആയിട്ട് വിഭജിക്കപ്പെട്ടു, റൈറ്റ്? യാ, ഓക്കെ, ആ ചാർട്ട് ഞാൻ പിന്നീട് കാണിക്കാം. അപ്പോൾ എന്നേക്കും നിലനിന്നു. ഇന്ന് ഇസ്രായേലിൽ രാജാവും ഇല്ല. സോ അത് അക്കംപ്ലിഷ് ആയോ? നോ. ആൻഡ് വെൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അക്കംപ്ലിഷ്? വെൽ, ക്രൈസ്റ്റ് ബിക്കംസ് the king and he will be ruling on the throne of David. അവന്റെ സിംഹാസനം എന്നേക്കുമുള്ളതായിരിക്കും. സി, അപ്പൊ ഇവിടെയാണ് അത് അക്കംപ്ലിഷ് ചെയ്യുന്നത്. Now look at the new covenant. എന്താ? ഒരു ബ്ലെസ്സിങ്. യെരുശലേം ഒരു ഹബ്ബ് പ്ലേസ് ആയിരിക്കും. യഹൂദൻ ഒരു അനുഗ്രഹമാകും. ആർക്ക്? സകല ലോകത്തിൽ. എങ്ങനെ? യഹൂദനെ സഹായിക്കുന്നവർ, ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ഫിസിക്കലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവർ. എപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നവർ? ഗിവ് മീ ആൻ ആൻസർ ജസ്റ്റ് ടു സീ ദാറ്റ് വെദർ യു ആർ വിത്ത് മീ. എപ്പോൾ സഹായിക്കുന്നവർ? യഹൂദനെ സഹായിക്കുന്നവരും അവരെ അക്സെപ്റ്റ് ചെയ്യുന്നവരും മില്ലേനിയൽ കിങ്ഡത്തിൽ കടക്കും, ജാതികളായിട്ടുള്ളവർ. എപ്പോൾ സഹായിക്കുന്നവർ? ഒരു ലോജിക്കലായിട്ടൊരു ഉത്തരം പറയാം. അവരുടെ കഷ്ടതയിൽ അവരെ കഷ്ടത എന്ന് പറയുമ്പോൾ ബി സ്പെസിഫിക്. ഏതാ? അവരെ എല്ലാ രാജ്യങ്ങളും കൂടെ ആക്രമിക്കുമ്പോൾ. ആ ഇറ ഏതാ? സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഏത് സമയം? യെസ്, ട്രിബുലേഷൻ പീരീഡ്. ബോത്ത് ഓഫ് യു ആർ റൈറ്റ്. ഏറ്റവും വലിയ കഷ്ടത ആ ട്രിബുലേഷൻ പീരീഡിൽ എന്ത് ചെയ്യും? അനേക ജാതികളായിട്ടുള്ളവർ ഈ ഇസ്രായേൽ മക്കളെ ഹെൽപ്പ് ചെയ്യും. ആ ഹെൽപ്പ് പോലും ദൈവം, അതുകൊണ്ടാണ് പലപ്പോഴും ആളുകള് ചില വാക്യങ്ങൾ മിസ്കോട്ട് ചെയ്യും. ഓക്കെ, ഞാൻ ആ വാക്യത്തിലോട്ട് കടക്കുമ്പോൾ ഞാനത് പറയാം. ഓക്കെ, ലെറ്റ്സ് ഗോ. 3 പർപ്പസസ്, മില്ലേനിയൽ കിങ്ഡത്തിന്റെ 3 പർപ്പസസ്. ഒന്ന്, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ എവരി അൺകണ്ടീഷണൽ കവനന്റ് ഗോഡ് മെയ്ഡ് വിത്ത് എബ്രഹാം. അബ്രഹാമിനോടും ഇസ്രായേലിനോടും ചെയ്ത അൺകണ്ടീഷണൽ കവനന്റ് ഫുൾഫിൽ ചെയ്യുന്നതാണ് മില്ലേനിയൽ കിങ്ഡം. ദാറ്റ് ഈസ് വൺ ഓഫ് ദ പർപ്പസസ്. അപ്പൊ ഏതാണ് അൺകണ്ടീഷണൽ കവനന്റ്? എബ്രഹാമിക് കവനന്റ്. അതിനുശേഷം അബ്രഹാമിക് കവനന്റിലൂടെ ബ്രാഞ്ച് ഔട്ട് ചെയ്ത 3 കവനന്റ്: പാലസ്റ്റീനിയൻ കവനന്റ്, ഡേവിഡിക് കവനന്റ്, ന്യൂ കവനന്റ്. ഓക്കെ, അപ്പൊ അത് ഫുൾഫിൽ ചെയ്യാൻ അത് ഒരു പർപ്പസ്. രണ്ടാമത്തെ പർപ്പസ്, only in the millennium the Lord Jesus will personally and visibly reign over the affairs of all mankind. എല്ലാ ലോകത്തിലെ സകലമാന മനുഷ്യർക്കും മുകളിൽ കർത്താവ് വാഴുവാനായിട്ട് പോകുന്ന ഒരു സന്ദർഭമാണ് മില്ലേനിയൽ കിങ്ഡം. So a prophecy, not only a prophecy, so many prophecies have to be fulfilled. ഇത് നോക്കിക്കേ, ആ വാക്യം ദാനിയേൽ 7:14. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യം, അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. So it doesn't need explanation. It is talking about the millennial kingdom. കാരണം ഈ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ ആരും ഈ ലോകത്തിൽ ഇതുവരെ ഭരിച്ചിട്ടില്ല. No king has ever ruled so definitely it is going to be fulfilled in the millennial kingdom. Now, third one, to fulfill the many prophecies about the peaceful kingdom.
ഇഷ്ടംപോലെ ബൈബിൾ പാസേജസ്, ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ്. അബൌട്ട് വാട്ട്? അബൌട്ട് എ പീസ്ഫുൾ ഇറ്റേണൽ കിങ്ഡം. ഈ പീസ്ഫുൾ ഇറ്റേണൽ കിങ്ഡം ഒക്കെ, പീസ്ഫുൾ കിങ്ഡം ടെമ്പററി ആയിട്ട് പല രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശലോമോന്റെ കാലത്ത് പീസ്ഫുൾ ആയിരുന്നു, ഡേവിഡിന്റെ കാലത്ത് ചില സന്ദർഭങ്ങളിലൊക്കെ പീസ്ഫുൾ ആയിരുന്നു, ബട്ട് നോട്ട് ഇറ്റേണൽ. അപ്പോൾ ഇത് എപ്പോഴാ 100% പ്രാവർത്തികമാകുന്നത്? യെസ്, that is the millennial kingdom. So these are the three major purposes of millennial kingdom. Now features. ഈ ഫീച്ചേഴ്സ് ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ചില ജഡ്ജ്മെന്റ്സ്. ഇപ്പൊ ബീമ സീറ്റ് ഓഫ് ജഡ്ജ്മെന്റ് ഈസ് ഓൺലി ഫോർ ബിലീവേഴ്സ്, ഓൾറൈറ്റ്? ആൻഡ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ദാറ്റ് വി വിൽ ലേൺ മേ ബി നെക്സ്റ്റ് വീക്ക് ഓർ വീക്ക് ആഫ്റ്റർ നെക്സ്റ്റ്. അത് ആർക്ക് വേണ്ടിയാ? അത് സകല അൺബിലീവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, ഓൾറൈറ്റ്? ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്. പക്ഷേ അതിനു മുമ്പ് മറ്റൊരു ജഡ്ജ്മെന്റ് ഉണ്ട്. ലുക്ക് അറ്റ് ദിസ് ഷീപ്പ് ആൻഡ് ഗോഡ് ജഡ്ജ്മെന്റ്. വാട്ട് ഈസ് ദാറ്റ്? മലയാളത്തില് നോക്കിക്കഴിഞ്ഞാൽ കോലാടും ചെമ്മരിയാടുകളുടെയും ന്യായവിധി. ഇതും അനാലജിയാണ്. ഇപ്പൊ ദൈവം ആടുകളെ ന്യായം വിധിക്കാനല്ലല്ലോ വരുന്നത്, പാവ ആടിനെ ന്യായം വിധിക്കുന്നത്. സോ ദിസ് ഇസ് ആൻ അനാലജി. വാട്ട് ഈസ് ദാറ്റ് ആക്ച്വലി? ലുക്ക് അറ്റ് ദാറ്റ് വേർഡ്സ്. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ, ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദി ചർച്ച് or even including angels, അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. He will sit on the throne. Now the very most important thing that you should know is what is the context of the passage. What is about 25? എന്താ മത്തായി 25ന്റെ പശ്ചാത്തലം എന്താ? What is the context? അതിന്റെ പശ്ചാത്തലം അറിയണമെങ്കിൽ you have to read Matthew 24:3. Can somebody read 24:3? പെട്ടെന്ന് എടുത്ത് വായിക്കാമോ? 24:3 ആരാ വായിക്കണേ? either in Malayalam or English. Read. Now as he sat on the Mount of Olives, the disciples came to him privately, saying, Tell us, when will these things be, and what will be the sign of your coming and of the end of the age? Yes. What will be the sign of your coming and the end of the age? വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം. ശിഷ്യന്മാര് ചോദിച്ചു, നിന്റെ വരവിന്റെ അടയാളം എന്ത്? ഈ ചോദ്യം ചോദിക്കുന്നത് സഭ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പാണ്. So it is not a question about the church or rapture or anything, because they are not part of the church. The church is not yet introduced, right? You are reading in Matthew 24. സഭ സ്ഥാപിതമായത് യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ്. So this question is a question of a Jewish mind. യഹൂദന്മാരുടെ മനസ്സിന്റെ ചോദ്യമാണ്, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ചോദ്യമാണ്. എന്നാണ് നീ വരുന്നത്? So second coming. So it is not talking about rapture. It is about Messiah's advent. Yes, second coming. അപ്പൊ അങ്ങനെയാണെങ്കിൽ end of the age എപ്പോഴാ? എപ്പോൾ സംഭവിക്കും? ലോകാവസാനത്തിന് അടയാളം എന്താണ്? അതിനുത്തരമായിട്ട് കർത്താവ് സംസാരിച്ച അധ്യായങ്ങളാണ് മാത്യു 24-25. നിങ്ങൾ ഓർത്തു വെക്കണം, 24 and 25 is അത് ഒലിവറ്റ് ഡിസ്കോഴ്സ്. ഇത് നമ്മൾ റാപ്ചറിനോടുള്ള ബന്ധത്തിലല്ല ഇത് കൂടുതലും ഫിറ്റ് ആയിട്ടിരിക്കുന്നത്. പിന്നെയോ ഇത് സെക്കൻഡ് അഡ്വന്റ്, അല്ലെങ്കിൽ അവിടെ പറഞ്ഞിട്ടുള്ള പ്രയാസവും ബുദ്ധിമുട്ടും പ്രതികൂലങ്ങളും ഒക്കെ ട്രിബുലേഷൻ പീരീഡും, പിന്നെ കർത്താവിന്റെ മനുഷ്യപുത്രന്റെ വരവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്ലോറിയസ് അപ്പിയറൻസ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഈ സമയത്ത് മനുഷ്യപുത്രന്റെ വരവിൽ എന്ത് കഴിഞ്ഞിട്ടുണ്ട്? ട്രിബുലേഷൻ പീരീഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഷീപ്പ് ആൻഡ് ഗോഡ് ജഡ്ജ്മെന്റ് നടക്കുന്നത്. സോ വാട്ട് ഈസ് ഇറ്റ് ആക്ച്വലി? സോ ലുക്ക് അറ്റ് ദാറ്റ് മാത്യു 25:32. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. ആരുടെ മുമ്പിൽ? ക്രിസ്തുവിന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും, ലുക്ക് അറ്റ് ദാറ്റ് ഇംഗ്ലീഷ് ഓൾസോ, കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു. സോ ഷീപ്പ് ആൻഡ് ഗോട്ട്, അങ്ങനെ രണ്ടായിട്ട് വേർതിരിച്ചു നിർത്തും. ആരെയാണ് വേർതിരിച്ചു നിർത്തുന്നത്? സകല ജാതികളെയും
അവന്റെ മുമ്പിൽ കൂട്ടും, അവൻ അവരെ രണ്ടായിട്ട് വേർതിരിക്കും. ഇതെന്താ ഇത്? അപ്പൊ എന്നിട്ട് രണ്ടായിട്ട് വേർതിരിച്ചു. എന്നിട്ടോ രാജാവ് തന്റെ വലത്തുള്ളവരോട്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. ഇതെന്താണെന്നറിയാമോ? അതിനു മുമ്പുള്ള പശ്ചാത്തലത്തൊക്കെ നിങ്ങൾ വായിച്ചാൽ അറിയാം. ഞാൻ നഗ്നനായിരുന്നു, തടവിലായിരുന്നു, നിങ്ങൾ ആരും എന്നെ കാണാൻ വന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. മത്തായി 25 കുറെ കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. 25-ന്റെ 39, 37 മുതൽ 35. നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തു കൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. സോ അപ്പോ അവര് ചോദിക്കുന്നുണ്ട്, when did we see you like that? We have never seen you like that. അപ്പോ എന്താ കർത്താവ് പറയണേ? 40-ാമത്തെ വാക്യം, രാജാവ് അവരോട്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ പറയുന്നു. അപ്പൊ എന്റെ സഹോദരന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാ? ഇറ്റ് ഈസ് അബൌട്ട് ജൂയിഷ് പീപ്പിൾ. അപ്പോൾ യഹൂദന്റെ ആ ട്രിബുലേഷൻ പീരീഡിൽ അവന് എതിർക്രിസ്തുവിന്റെ ഫോക്കസ് പോയിന്റ് യഹൂദനാണ്. ആ സന്ദർഭത്തിൽ അവന് ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക, അവന് സംരക്ഷണം കൊടുക്കുക, അങ്ങനെ ചെയ്യുന്ന ജാതികളായിട്ടുള്ള ആളുകൾക്ക് ദൈവം എന്ത് ചെയ്യും? അവരെ പ്രത്യേകം അംഗീകരിക്കും. ഞാൻ നിങ്ങളോട് ഒരു ലോജിക്കൽ ചോദ്യം ചോദിക്കാം. ഓക്കെ, ഞാനാണ് ഒരു യഹൂദൻ എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ എന്റെ കുലം, എന്റെ കുടുംബം മൊത്തം, ഞങ്ങളുടെ കുടുംബം മൊത്തം ഭയങ്കരമായിട്ട് ഒരു ട്രിബുലേഷനിലൂടെ കടന്നു പോവുകയാണ്. സോ നിങ്ങൾ എന്നെ സ്വീകരിച്ച് ഫുഡോ വെള്ളമോ തരുന്നുവെങ്കിൽ നിങ്ങളുടെ ബിലീവ് എന്താണ്? അപ്പോ വാട്ട് ഡു യു ബിലീവ് ആൻഡ് ബേസ്ഡ് ഓൺ വാട്ട് ബിലീവ് ഡു യു അക്സെപ്റ്റ് മീ? ഒരു ലോജിക്കലായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ട്രൈ. സമയം പോകുന്നു, നമുക്ക് 3 മിനിറ്റേ ഉള്ളൂ. കമോൺ, ചോദ്യം മനസ്സിലായോ? Second part of the question, okay, see, imagine that I am the person, I am a Jew, I am struggling, I don't have clothes, I am naked, I don't have food. പക്ഷേ എന്താ, എന്നെ സഹായിച്ചാൽ നിങ്ങൾക്ക് കുറ്റവുമാണ്, ഗവൺമെന്റ് നിങ്ങളെ ശിക്ഷിക്കും. പക്ഷെ നിങ്ങൾ റിസ്ക് എടുത്ത് എന്നെ സഹായിക്കണമെങ്കിൽ വാട്ട് ഡു യു ബിലീവ്? അപ്പൊ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുണ്ട്? അവനെ സഹായിക്കൊന്നും വേണ്ട, അവൻ എന്തായാലും ചാവാനുള്ളവൻ. പക്ഷെ നിങ്ങൾ എന്നെ സഹായിക്കുക. അങ്ങനെ സഹായിക്കുന്നുവെങ്കിൽ വാട്ട് ഡു യു ബിലീവ്? വാട്ട് യു മസ്റ്റ് ബിലീവ്? ദൈവത്തിന്റെ സ്വന്തം ജനം. ഓക്കെ, ദൈവത്തിന്റെ സ്വന്തം ജനം, അല്ലെങ്കിൽ ഇവർ ഓക്കെ, വെരി ഗുഡ്. വിച്ച് മീൻസ് യഹൂദനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടാകേണ്ട കാരണം എന്താ? അവന്റെ ദൈവം തീർച്ചയായിട്ടും അവന് നീതി കൊടുക്കും. ഇപ്പോഴുള്ള ഗവൺമെന്റ് അത് തെറ്റാണ്, അവനോട് ഇപ്പൊ കാണിക്കുന്നത് അനീതിയാണ് എന്ന് മനസ്സിലാക്കി അവനെ സഹായിക്കുവാൻ മുതിരുന്നവര് ശരിക്കും അന്നത്തെ ഗവൺമെന്റിനെതിരെ നിൽക്കുന്നവർ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തു ചേർന്നാണ്, അവനാണല്ലോ അന്നത്തെ അധിപതി. അപ്പോൾ അവര് മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് യഹൂദനെ ആക്രമിക്കുമ്പോൾ യഹൂദനെ സഹായിക്കുന്ന ജാതികളുടെ മെന്റാലിറ്റി എന്താണ്? They are not siding with Antichrist. That is a point. Simple as that. അപ്പോൾ ആ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ യഹൂദനെ എനിക്ക് സഹായിക്കണം, അവൻ അന്യായമാണ് ഇപ്പോൾ ഏൽക്കുന്നത്, അവന് ഫുഡ് കൊടുക്കണം, ഇപ്പോൾ ഈ ഗവൺമെന്റ് തെറ്റാണ് എന്ന് മനസ്സിലാക്കി ആ തീരുമാനത്തിൽ യഹൂദനെ സഹായിക്കുന്ന ജാതികളെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? വലത്തുള്ളവരോട്, ഷീപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അതുകൊണ്ടാണ് കർത്താവ് പറയണേ, എന്റെ ഈ ചെറിയൊരു സഹോദരൻ ഉണ്ടല്ലോ, നിങ്ങൾ ചെയ്തതൊക്കെ എനിക്ക് വേണ്ടി ചെയ്തതാണ്. ഞാൻ നഗ്നനായിട്ട് കിടന്നപ്പോൾ എന്നെ ഉടുപ്പിച്ചില്ലേ? എനിക്ക് വിശന്നിരുന്നപ്പോൾ നിങ്ങൾ ഭക്ഷണം തന്നില്ലേ? വെൽ, ഞങ്ങൾ എപ്പോ കണ്ടു? നിന്നെ അങ്ങനെ കണ്ടില്ലല്ലോ. വെൽ, ഇഫ് യു ഡിഡ് ടു ദം, യു ഡിഡ് ടു മീ. See, that is what exactly happened there. അപ്പൊ ഷീപ്പ് ആൻഡ് ഗോഡ് ജഡ്ജ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കാം. ഇനി അങ്ങനെ ചെയ്യാത്തവരോടോ?
ഇടത്തുള്ളവരോട്. മാത്യു 25:41. ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. So what is sheep and goat judgment? Sheep and goat judgment is about the Gentiles. യഹൂദനെ സഹായിച്ച ആളുകളെ പ്രിവിലേജ് ഉണ്ടാകും. എവിടെ കടക്കുവാൻ? മില്ലേനിയൽ കിങ്ഡത്തിൽ കടക്കുവാനുള്ള പ്രിവിലേജ് ഉണ്ട്. അപ്പോൾ ഈ ജഡ്ജ്മെന്റ് എപ്പോഴാ സംഭവിക്കുന്നത്? ഗീവ് മി എ ലോജിക്കൽ ആൻസർ. Come on, quick answer. When sheep and goat judgment is going to take place? പെട്ടെന്ന് പറ, സമയം പോണു. When? After tribulation period. End of the tribulation period and the beginning of millennial kingdom. Simple. അപ്പോൾ അതാണ് sheep and goat judgment. It is nothing to do with church or anything. Okay. അപ്പൊ ഇത്രയും 3 കൂട്ടം ജഡ്ജ്മെന്റ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ആഴ്ച പഠിക്കാം. ഇനി നമ്മൾ അടുത്ത ആഴ്ചകളിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഈ മില്ലേനിയത്തിലെ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്കത് പഠിക്കാം.